ഹലോ, ഇന്നുണ്ടല്ലോ ഒരു രസം ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ ആണെങ്കിൽ ഒരു കണ്ണിന് എന്തോ പറ്റുകയും ചെയ്തു. അതെന്താ പറ്റിയെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഉറക്കത്തിൽ എന്തോ കൈവച്ച് തിരുമിയപ്പോൾ എൻ്റെ നഖം എന്തോ കയറിക്കൊണ്ടതായിരിക്കണം. വേദനയും ഇറിറ്റേഷനോ ഒന്നുമില്ല, പക്ഷെ കണ്ണാകെ ചുമന്ന് കലങ്ങി വല്ലാണ്ടിരിക്കുക. അത് നമുക്ക് കണ്ണാടി നോക്കുമ്പോഴും മറ്റൊരാൾക്ക് നമ്മളെ കാണുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ കണ്ണ് ഇത്തിരി ഡാമേജ് ആയിരുന്നപ്പോൾ തന്നെ എൻ്റെ മൂഡൊക്കെ പോയി. എന്നാൽ പിന്നെ കുറച്ച് പോസിറ്റിവിറ്റി ആയിട്ടാണ് കരുതിയിട്ട് നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നു. അപ്പോഴാണ് നമ്മുടെ ചേച്ചി വിളിക്കുന്നത് കേട്ടോ, ഒന്ന് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു പരിപാടിയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഒന്ന് പുറത്ത് പോവുക, ഒന്ന് ഡ്രസ്സ് ചെയ്ത് പുറത്ത് പോവുക, കുറച്ച് നേരം സംസാരിക്കുക, ചിരിക്കുക, ഒച്ചയെടുക്കുക, ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പരിപാടി കേട്ടോ. എനിക്കല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ വേഗം തന്നെ പറന്ന് നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് വണ്ടി എടുത്ത് പുറത്തോട്ട് വെച്ചപ്പോഴണം വണ്ടി അനങ്ങുന്നില്ല. അതിൻ്റെ ബാറ്ററി എന്തോ പോയി. പിന്നെ അതിൽ കിടന്ന് പണിതില്ല. നമുക്ക് ആരുടെയും നമ്പറും ഇല്ല വിളിക്കാനായിട്ട്. ഫോണൊന്ന് മാറിയപ്പോൾ എൻ്റെ കയ്യിലിരുന്ന നമ്പറൊക്കെ പോവുകയും ചെയ്തു. തൊട്ടടുത്താണെങ്കിൽ ഒരു ഓട്ടോക്കാരൻ ചേട്ടനുണ്ട്. നേരെ ആ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് നമ്പർ പറഞ്ഞു. അങ്ങനെ ചേട്ടനെ വിളിച്ചു. ചേട്ടനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തി കുറച്ചൊരു വെയിറ്റ് ചെയ്തിരുന്നു. ആകെ ടെൻഷനും വിഷമവും ഒക്കെ ആയിട്ടിരിക്കുന്നു. അത് കണ്ണങ്ങനെ ആയതിൻ്റെ തന്നെ വിഷമം വേറെ. അതിനിടയിൽ നമ്മളൊരാളോടൊരു വാക്ക് പറഞ്ഞു. ഞാനാണെങ്കിൽ 3 മണിക്ക്, വൈകുന്നേരം 3 മണിക്ക് നമുക്ക് ജംഗ്ഷനിൽ എത്താമെന്ന് ഞാൻ വാക്കും കൊടുത്തു. അത് പറ്റാത്തതിൻ്റെ ഒരു ഇറിറ്റേഷനും ദേഷ്യമൊക്കെ എനിക്ക് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരുപാട് ടെൻഷൻ അടിക്കണം, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. അങ്ങനെ എൻ്റെ തൊട്ടടുത്ത ജംഗ്ഷനിലോട്ട് അവർ വന്ന് വെയിറ്റും ചെയ്തു കേട്ടോ. നമ്മൾ അതിന് മുമ്പ് തന്നെ ഓട്ടോ വിളിക്കുകയും ചെയ്തില്ല. പിന്നെ ഓട്ടോക്കാരൻ ചേട്ടൻ വന്ന് നമ്മളതിൽ കയറി. സമാധാനമായി എനിക്ക്. എന്താ എൻ്റെ കണ്ണ് കണ്ടില്ല, ഒരു കണ്ണാണെങ്കിൽ കലങ്ങിയിരിക്കുകയാണ്. വേദനയൊന്നും ഇല്ല കേട്ടോ, പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക, കാണുന്നവർക്കും എനിക്ക് എൻ്റെ കണ്ണ് കാണുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ. അങ്ങനെ നമ്മൾ വേഗം തന്നെ ജംഗ്ഷനിലെത്തി. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഉദിയംപേരൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ ഒരു ചെറിയൊരു കായലോരത്തൊരു ചെറിയൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെയാണെങ്കിൽ നിറയെ തൊട്ടാവാടിയുണ്ട്. തൊട്ടാവാടിയൊക്കെ കണ്ട കാലം മറന്നു. കുറേയൊക്കെ തൊട്ടണച്ച് ഇങ്ങനെ അതിനെ തൊട്ടുതലോടിയൊക്കെ കുറേ നേരം നടന്നു. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കായലിന് സമാനമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അവിടെ ഒരു ചെറിയൊരു പ്രൊജക്റ്റ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അടുത്ത പരിപാടിക്കായിട്ട് ഇറങ്ങി.